ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചിയേഴ്സ് വിത്ത് ആഷ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണാനിടയായി. ചിയേഴ്സ് വിത്ത് ആഷിനെ എല്ലാവർക്കും അറിയാൻ പറ്റും. ഇപ്പൊ കറന്റ് പ്രഗ്നന്റ് ആയതുകൊണ്ട് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം യൂട്യൂബിൽ പേരെടുത്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ചിയേഴ്സ് വിത്ത് ആഷ്. ഐശ്വര്യ എന്നാണ് ഇവരുടെ ശരിക്കുള്ള പേര്. അപ്പൊ റീസെന്റ് ആയിട്ട് ഇന്നലെ എങ്ങാനാണ് ഐശ്വര്യ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് യൂട്യൂബ് ചാനലിനകത്ത്. സംഭവമൊന്നുമില്ല, അവരുടെ ഒരു കുടുംബ പ്രശ്നമാണ് അതിനകത്ത് ചർച്ച ചെയ്തേക്കുന്നത്. ഇപ്പൊ ഒട്ടുമിക്ക എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ പറഞ്ഞുകൂടെ കേട്ടോളൂ. ഈ ഐശ്വര്യന്റെ അമ്മേന്റെ രണ്ടാങ്ങളമാരുണ്ട്. ആങ്ങളമാരിലെ ഇളയ ആങ്ങളയുടെ വൈഫിനാണ് സംഭവം. അവര് സെയിം ഏജ് ആണ്. ഐശ്വര്യയും ഈ അമ്മാവന്റെ ഭാര്യയും സെയിം ഏജ് ആണ്. ഇളയ അമ്മാവന്റെ ഭാര്യയും ലിറ്റി എന്നാണ് ഈ അമ്മാവന്റെ ഭാര്യയുടെ പേര്. ഈ അമ്മാവന്റെ ഭാര്യയായിട്ടുള്ള ലിറ്റിക്കും ഐശ്വര്യക്കും സെയിം ഏജ് ആണ്. ഐശ്വര്യ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓഫ്കോഴ്സ് സെയിം ഏജ് ആയതുകൊണ്ട് തന്നെ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആവാൻ ചാൻസ് ഉണ്ട്. ഐശ്വര്യയുടെ മൂത്ത അമ്മാവനും ഈ ലിറ്റിയും തമ്മിൽ എന്തോ ഒരു കുടുംബ പ്രശ്നം നമ്മുടെ നാട്ടിലൊക്കെ നോർമലി കണ്ടുവരാറില്ലേ, സ്വത്ത് തർക്കം, വഴി പ്രശ്നം, അല്ലെങ്കിൽ എന്താ അച്ഛനെ അമ്മേനെ ആര് നോക്കണം എന്നുള്ള തമ്മിലുള്ള അടിപിടി, അങ്ങനെയുള്ള കുറച്ച് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ. സംഭവം അങ്ങനെ എന്തോ ഒരു പ്രശ്നമാണ്. അപ്പൊ അത് പറഞ്ഞാണ് ഐശ്വര്യ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഐശ്വര്യയുടെ ഇളയ അമ്മാവന്റെ ഭാര്യനെ ഐശ്വര്യയുടെ മൂത്ത അമ്മാവൻ, അതായത് ചേട്ടൻ, ലിറ്റിക്ക് ചേട്ടനാണ്, ഹസ്ബൻഡിന്റെ ചേട്ടൻ, എന്തോ കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ അതിക്രൂരമായി മർദ്ദിച്ചു, അതുപോലെ ഡ്രസ്സുകളൊക്കെ വലിച്ചു കീറി ബ്രസ്റ്റിൽ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ആരോപണം ഇന്നലെ ഐശ്വര്യയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപാട് റിയാക്ഷൻ വ്ളോഗേഴ്സ് അതെടുത്ത് റിയാക്ട് ചെയ്തു. കാരണം പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടിയില്ല, ഒരു പെൺകുട്ടിനെ നടു റോട്ടിലിട്ട് അതിക്രൂരമായി തല്ലിച്ചതച്ചു, ഡ്രസ്സ് വരെ വലിച്ചു കീറി എന്നൊക്കെ പറയുമ്പോൾ ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയ അത് ഏറ്റെടുക്കും അല്ലേ. അങ്ങനെ ഒരുപാട് റിയാക്ഷൻ വ്ളോഗേഴ്സ് ഇന്നലെ ഇത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ലിറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ എല്ലാ കാര്യത്തിനും ഒരു മറുവശം ഉണ്ടാകും എന്ന് പറയുന്ന പോലെ തന്നെ ഇന്നാണ് ഇതിന്റെ ശരിക്കുള്ള സത്യാവസ്ഥ പുറത്തു വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അതുൽ വ്ളോഗ്സിന്റെ വീഡിയോയിലൂടെയാണ് അതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നിട്ടുള്ളത്. ഈ ലിറ്റിനെ തല്ലി എന്ന് അവകാശപ്പെടുന്ന ആളുടെ പേരാണ് തോമസ്. തോമസിന്റെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ എങ്ങാനും അതുൽ വ്ളോഗ്സിനെ ഇൻസ്റ്റാഗ്രാമിലോ എങ്ങനെയോ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് അവിടെ തല്ല് നടന്നതിന്റെ. അപ്പോൾ അതൊക്കെ കാണുന്ന സമയത്ത് നമ്മളത് അയ്യടമായിപ്പം ഇതിപ്പോ ആരുടെ ഭാഗത്ത് നിൽക്കണം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കാണുന്ന സമയത്ത് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു കുടുംബ പ്രശ്നം ഉണ്ടാകുമ്പോൾ രണ്ട് വ്യക്തികൾ ഉണ്ടാവുമല്ലോ, രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നുണ്ട്. ഞാൻ വീഡിയോയുടെ ചെറിയൊരു ക്ലിപ്പിംഗ് ഇവിടെ വെക്കാട്ടോ. ണ്ടോ, രണ്ടു കൂട്ടരും ആക്രമിക്കുന്നുണ്ട്. അതിലൊരു 5-6 ആൾക്കാരുണ്ട്. മേ ബി ലിറ്റിന്റെ അമ്മയും അച്ഛനും ഹസ്ബൻഡും ലിറ്റിയും പിന്നെ തല്ലിയെന്ന് അവകാശപ്പെടുന്ന തോമസ് ഒക്കെ ആയിരിക്കാം ഇത്. അപ്പൊ എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിപൊളിയായിട്ട് തല്ലു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹെലനോസ് പാർട്ടയ്ക്കും ഈ തോമസിന്റെ മകൻ സെയിം വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഹെലനോസ് പാർട്ട് ആ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ പുള്ളിക്കാരിയൊക്കെ പറയുന്നുണ്ട് ലിറ്റി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ നന്നായിട്ട് തോമസിനിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും മോശമല്ല, രണ്ടാൾക്കാരും നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നുണ്ട്. അപ്പം പെണ്ണായതുകൊണ്ട് മാത്രം ലിറ്റിക്ക് ഒരു പ്രത്യേക പരിരക്ഷ കൊടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തില് ഓഫ്കോഴ്സ് സ്ത്രീകളെ തല്ലാൻ പാടില്ല, ദേഹത്ത് കയറി ആക്രമിക്കുക, ഇതൊക്കെ തെറ്റ് തന്നെയാണ്. പക്ഷെ ഈ ഒരു കുടുംബ പ്രശ്നത്തിന്റെ ഈ വീഡിയോ കൂടി പുറത്തു വന്ന സ്ഥിതിക്ക് ആരുടെ പക്ഷത്ത് നിൽക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ ശരിക്കും. തോമസ് എന്ന് പറയുന്ന ആളുടെ ഭാഗത്തും ന്യായം ഉണ്ടായിരിക്കാം. അവിടെ അന്ന് എന്താണ് നടന്നതെന്ന് നമുക്ക് ആർക്കും തന്നെ അറിയില്ല. ഈ ഐശ്വര്യ എന്ന് പറയുന്ന വ്യക്തി ആവട്ടെ നേരെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആദ്യം പങ്കുവെച്ച വീഡിയോയിൽ എന്താ പറയുന്നത്, ജസ്റ്റ് അവിടെ ഇവിടെ തൊടാതെ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് എന്താ കാര്യങ്ങൾ അവർ പറയുന്നില്ല. ഒരു ലിറ്റി എന്ന് പറഞ്ഞൊരു കസിൻ ഉണ്ട്, കസിനെ ഇങ്ങനെ അതിക്രൂരമായി മർദ്ദിച്ചു, കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ ഹസ്ബൻഡിന്റെ ചേട്ടൻ അതിക്രൂരമായി മർദ്ദിച്ചു, ഡ്രസ്സൊക്കെ വലിച്ചു കീറിയെന്ന് മാത്രമേ ഐശ്വര്യ ആദ്യം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഇതൊക്കെ കയറി ഏറ്റെടുത്തത്. ഒരുപാട് റിയാക്ഷൻ വ്ളോഗേഴ്സ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ഒരു രണ്ടാമത്തെ വീഡിയോ കൂടി പുറത്തു വന്ന സ്ഥിതിക്ക് ഐശ്വര്യ തന്നെ പിന്നെയും ഒരു 3ാമത്തെ വീഡിയോ ഇട്ട് പങ്കുവെച്ചിട്ടുണ്ട്. അതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ എന്തായാലും വെക്കാട്ടോ. തോന്നും പോലെ യൂട്യൂബില് വ്ളോഗിൽ വിളിച്ചു പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇല്ലാന്ന് പറയുന്നില്ല, ലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഈ ആളുടെ ഹസ്ബൻഡിനെ ബ്ലെയിം ചെയ്ത് സംസാരിക്കുന്നത്. അപ്പം കാര്യങ്ങൾ എന്താന്ന് പോലും നിങ്ങൾക്ക് ആക്ച്വലി അറിയില്ല. അവിടെ ആളെ മർദ്ദിച്ചതും സംഭവങ്ങളും സ്വത്ത് തർക്കത്തിന്റെ പേരിലുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പൊ കുറെ പേര് ചോദിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ ഹസ്ബൻഡ് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, ബിഫോർ നോയിങ് ദ ട്രൂത്ത് യു ഹാവ് നോ റൈറ്റ്സ് ടു കോൾ സമ്മൺ മൊണ്ണ, അല്ലെങ്കിൽ എന്തിനാ കല്യാണം കഴിച്ചത്, നിങ്ങൾ എന്തിനാ പെണ്ണ് കെട്ടിയത്. ഓൾറെഡി വലിയൊരു ഇഷ്യൂല് മാനസികാവസ്ഥയിൽ ആ പെൺകുട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്.
നിങ്ങൾ യൂട്യൂബേഴ്സിന് ഇത് ഭയങ്കര ആഘോഷമാക്കി സെലിബ്രേറ്റ് ചെയ്യാനും നിങ്ങളുടെ കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റരുത്. സത്യം പറഞ്ഞ ഐശ്വര്യയുടെ ഈ രണ്ടാമതൊരു വീഡിയോ കൂടി കണ്ട സമയത്ത് നല്ലോണം ദേഷ്യം വന്നു. കാരണം റിയാക്ഷൻ വ്ളോഗേഴ്സിനെ മൊത്തം അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് നമ്മുടെ സിന്ധു കൃഷ്ണ ചെയ്ത ഒരു പരിപാടി പോലെയാണ് എനിക്ക് തോന്നിയത്. ഈ ഐശ്വര്യ തന്നെയാണ് സ്വന്തം ഫാമിലി മാറ്റേഴ്സ് എടുത്തിട്ട് യൂട്യൂബിനകത്ത് ആദ്യം വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തത്. ഞങ്ങൾ ആരും അവരുടെ ഫാമിലിയിൽ എന്താ നടക്കുന്നത് ആരും തിരക്കാൻ പോയിട്ടില്ല. ഐശ്വര്യ തന്നെ എടുത്ത് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ഓഫ് കോഴ്സ് അറിയാം ഇങ്ങനൊരു സംഭവം, അതും ഇത്രയും ഫോളോവേഴ്സ് അല്ല, എനിക്ക് തോന്നുന്നു 3 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് ഐശ്വര്യയുടെ. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഇതുപോലൊരു പെൺകുട്ടീനെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് എല്ലാവരും അത് ഏറ്റെടുക്കും, ശരിയല്ലേ? ഈ ഐശ്വര്യക്ക് തന്നെ മുന്നേ എന്തോ ഒരു ഫാമിലി പ്രോബ്ലം ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലൊരു വീഡിയോ ചെയ്ത സമയത്ത് എല്ലാവരും ഐശ്വര്യനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് റിയാക്ഷൻ വ്ളോഗേഴ്സ് ആ വീഡിയോ ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഐശ്വര്യക്ക് അറിയാം ഇങ്ങനൊരു സംഭവം പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇത് എടുക്കും. എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു കോണ്ടന്റ് തന്നെയാണ്. അത് എല്ലാവരും റിയാക്ട് ചെയ്യുകയും ചെയ്യും. ഐശ്വര്യയുടെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലിറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. അതിനകത്ത് ലിറ്റി ഭയങ്കര വിഷമത്തോടെ ആശുപത്രി കിടക്കിയെന്ന് പറയുന്ന ഒരു വീഡിയോ ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൽ ലിറ്റി പറയുന്നത് എനിക്ക് ആരുമില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, എനിക്ക് 3 കുഞ്ഞു മക്കളാണുള്ളത്, എന്റെ ഡ്രസ്സ് മുഴുവൻ കീറി വെച്ചേക്കാണ്, എനിക്ക് ബാക്ക് പെയിനും ഉണ്ട്, അനങ്ങാൻ പറ്റുന്നില്ലൊക്കെയാണ് പറഞ്ഞത്. സത്യം പറയാറ് എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് അത്രയും വേദന കൊണ്ട് പൊളയുന്ന ഒരു സ്ത്രീ ആയിട്ട് എനിക്ക് ലിറ്റിനെ കണ്ടപ്പോൾ തോന്നിയില്ല. പിന്നെ ഓരോരുത്തരുടെ ഫിസിക്കൽ കണ്ടീഷൻ എങ്ങനെയായിരുന്നു നമുക്ക് പറയാനും പറ്റത്തില്ല. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് പറഞ്ഞത്. ആ ഒരു വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ ലിറ്റിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ന്യായമായിട്ടുള്ള ചോദ്യം തന്നെയാണ്. എനിക്ക് ആരുമില്ല എന്ന് പറയുന്ന സമയത്ത് ചോദിക്കില്ലേ നിങ്ങളുടെ ഹസ്ബൻഡ് എവിടെയാണ്? മക്കളുള്ള സ്ഥിതിക്ക് ഹസ്ബൻഡ് ഉണ്ടാവില്ലേ? നിങ്ങളുടെ ഹസ്ബൻഡ് എവിടെയാണെന്ന് ചോദിക്കില്ലേ? അതേ ഒരു ചോദ്യം തന്നെയാണ് എല്ലാ റിയാക്ഷൻ വ്ളോഗേഴ്സും പറഞ്ഞത്. ഇപ്പൊ ഹെലനോസ് പാർട്ടി എങ്ങനെ ആ വീഡിയോ റിയാക്ട് ചെയ്ത സമയത്ത് നിങ്ങളുടെ ഹസ്ബൻഡ് മൊണ്ണേഷ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യ ഹെലനോസ് പാർട്ടിനെ പറയുന്നുണ്ട്. ഹെലനോസ് പാർട്ടി പറഞ്ഞത് എനിക്ക് പ്രത്യേകിച്ച് ഒരു തെറ്റൊന്നും തോന്നുന്നില്ല. മൊണ്ണേഷ് എന്ന് പറയുന്നത് കഴിവില്ലാത്ത ഭർത്താവിനെ എന്താ പറയുന്നത് സൂചിപ്പിക്കുന്ന ഒരു പദമാണെന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും സ്വന്തം ഭാര്യനെ സ്വന്തം ചേട്ടനെ അടിക്കുന്ന സമയത്ത് കഴിവുള്ള ഒരുത്തനാണെങ്കിൽ നോക്കി നിൽക്കോ? ഇല്ല. അവൻ മൊണ്ണേഷ് ആയിട്ടുള്ള ഹസ്ബൻഡ് ആയതുകൊണ്ടാണല്ലോ നോക്കി നിന്നിട്ടുണ്ടാവുക. ഇല്ലെങ്കിൽ പിന്നെ ഐശ്വര്യ ആദ്യം തന്നെ പറയണമായിരുന്നു ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു എന്നൊക്കെ പറയണമായിരുന്നു. ഇത് ആദ്യം ഇവർ ഒരു കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒന്നും വിട്ടു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ലിറ്റി ആയിക്കോട്ടെ ഐശ്വര്യ ആയിക്കോട്ടെ ഒരു കാര്യം വിട്ടു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും നിങ്ങളുടെ ഹസ്ബൻഡ് എവിടെ, ഹസ്ബൻഡ് എന്ത് എന്ന് ചോദിച്ചത്. ഇതേ സെയിം കാര്യം തന്നെയാണ് ഒരുപാട് ആൾക്കാർ കമന്റിലൂടെയും വന്ന് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെ അല്ലേ ഇത്. എനിക്ക് ആരുമില്ല എന്ന് ലിറ്റി പറയുന്ന സമയത്ത് ചോദിക്കും ആൾക്കാർ നിങ്ങളുടെ ഹസ്ബൻഡ് എവിടെ. ഇതാണ് ലിറ്റിയുടെ ഹസ്ബൻഡ് എന്ന് പറയപ്പെടുന്ന ആള്. ഈ ഒരാള് ആ വീഡിയോയ്ക്കകത്തുണ്ട്. തോമസിന്റെ മകൻ നമ്മുടെ അതുൽ വ്ളോഗ്സിന് അയച്ചു കൊടുത്ത വീഡിയോയിലുണ്ട്. നിങ്ങൾ ഒന്ന് ബാക്ക് അടിച്ച് പോയി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന സമയത്ത് ഭാര്യനെ ലിറ്റിനെ പിടിച്ചു മാറ്റാനായിട്ട് ഈ ഹസ്ബൻഡ് ആയിട്ടുള്ള ഈ ഒരു വ്യക്തി ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇതേ സെയിം കാര്യം തന്നെയാണ് തോമസിന്റെ മകനും അതുൽ വ്ളോഗ്സിനോട് ഷെയർ ചെയ്തിട്ടുള്ളത്. അതിലെ ചെറിയൊരു വോയിസ് ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം കേട്ടോ. ഈ ലിറ്റിയുടെ ഹസ്ബൻഡ് ഇതൊന്നും മൈൻഡ് ചെയ്തില്ലേ? ഇല്ല. അങ്ങനെ എന്ത് ചെയ്തോണ്ടെന്ന് അങ്ങേര് പിടിച്ചു മാറ്റി ചില സമയത്ത് പിടിച്ചു മാറ്റണ്ടായില്ല. ആ വീഡിയോയിൽ അങ്ങനെ ഏതാണ്? ആളുടെ അമ്മയാണ് വന്നാണ് എല്ലാം തുടങ്ങിയേക്കുന്നത്. അമ്മയാണ് എൻ്റെ അപ്പനെ അവരെല്ലാവരും കൂടി ചേർന്ന് അത് ഗമിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പോലീസിനൊക്കെ വിളിച്ച് ഇത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്പനെ ആശുപത്രി കൊണ്ടുപോയപ്പോൾ അവിടെ അവരുടെ മോൻ വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കി ബൈക്കൊക്കെ റേസ് ചെയ്ത് എൻ്റെ അപ്പൻ്റെ നേരെ വന്നു. അപ്പം മാറി കൊടുത്തു. എന്നിട്ട് അവരുടെ അമ്മ പോലും മാറാൻ സമ്മതിച്ചില്ല. എന്നിട്ട് അവരെല്ലാവരും കൂടി ചേർന്ന് എൻ്റെ അപ്പൻ്റെ ഡ്രസ്സ് കീറി. ആദ്യം അവരാണ് എൻ്റെ അപ്പൻ്റെ ഡ്രസ്സ് കീറിയത്. അവരുടെ ഡ്രസ്സ് കീറിയതിൻ്റെ കാരണം ഇന്നലെ നടന്ന വഴക്കിൽ അവരും അവരുടെ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന കിടക്കുന്ന ആളുടെ അപ്പനും അമ്മയും ഭർത്താവും ആളും കൂടി എൻ്റെ അപ്പനും മക്കിട്ട് കയറിയപ്പോൾ അവരുടെ ഭർത്താവ് പിടിച്ചു മാറ്റിയപ്പോഴാണ് ഡ്രസ്സ് കീറിയത്. അതിന്റെ വീഡിയോ എൻ്റെ ഉണ്ട്. എൻ്റെ അപ്പനെ അവർ മറിച്ചിട്ടുണ്ടതിന്റെ എല്ലാത്തിന്റെയും വീഡിയോ എൻ്റെ ഉണ്ട്. തോമസിന്റെ മകൻ പറയുന്നുണ്ട് ലിറ്റിന്റെ വീട്ടുകാരും ചേർന്ന് തോമസിനെ ആക്രമിച്ചതും നിലത്ത് തള്ളിയിടുന്നതിന്റെയൊക്കെ വീഡിയോ ഈ തോമസിന്റെ മകന്റെ കയ്യിലും ഉണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. അപ്പൊ അവരുടെ ഭാഗത്തും ന്യായം ഉണ്ടാവില്ലേ? എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവില്ലേ? ഏതൊരു വശം ചുമ്മാ തീയില്ലാതെ പുക ഉണ്ടാവില്ലല്ലോ, ശരിയല്ലേ?
അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു പക്കാ കുടുംബ പ്രശ്നം തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റവും കയ്യേറ്റവും ഉണ്ടായതിന് രണ്ടു ആൾക്കാരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ സ്ത്രീ എന്ന നിലയിൽ ആ ഒരു പെൺകുട്ടിനെ ആക്രമിച്ചു എന്ന് പറയുന്നു, അതൊരു ശരിയായ നടപടിയായി തോന്നില്ല. പക്ഷെ എന്നാലും ആ സ്ത്രീ അങ്ങോട്ട് കയറി എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാവും. നമുക്കറിയില്ല അവിടെ എന്താണ് നടന്നിട്ടുള്ളതെന്ന്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും തോമസിനെ കുറ്റപ്പെടുത്താനും പറ്റത്തില്ല. കാരണം ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് രണ്ട് ഭാഗങ്ങൾ ഉണ്ടാവില്ല, രണ്ട് വശം ഉണ്ടാവും. രണ്ട് ആൾക്കാരുടെ വശവും കേട്ടിട്ട് മാത്രമേ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ചിയേഴ്സ് വിത്ത് ആഷിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിറ്റിയും ഐശ്വര്യയും തമ്മിൽ സെയിം ഏജ് ആണ്. അപ്പോൾ ഓഫ് കോഴ്സ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നിരിക്കാം. ഈ ഒരു പ്രശ്നം ഐശ്വര്യ നേരിട്ട് കണ്ടിട്ടില്ല, ലിറ്റി പറഞ്ഞു കൊടുത്തിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അപ്പൊ ലിറ്റി ചിലപ്പോൾ ഇങ്ങനെ വിചാരിച്ചു കാണും, ഐശ്വര്യ എന്തായാലും സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ആളൊക്കെയാണല്ലോ, അപ്പം ഞാനൊരു പെണ്ണാണല്ലോ, എന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യനോട് പറഞ്ഞൊരു വീഡിയോ ചെയ്യിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെ ചേട്ടനെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒന്ന് നാറ്റിക്കാം എന്നൊക്കെ വിചാരിച്ച് ലിറ്റി ചെയ്ത ഒരു പരിപാടിയും ആയിരുന്നിരിക്കാം, അറിയത്തില്ല. എന്തായാലും ഐശ്വര്യനെ നമുക്ക് പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഐശ്വര്യക്ക് ലിറ്റി പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. മേ ബി അതുകൊണ്ടായിരിക്കും ഐശ്വര്യ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കാരണം ഓൾറെഡി കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, പോലീസുകാരന് തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് പറയുന്നത്. ചിലപ്പോൾ പോലീസുകാർക്ക് ഇവരുടെ കുടുംബ പ്രശ്നത്തിന്റെയൊക്കെ നേരത്തെ വേറെ കേസുകളൊക്കെ വന്നുകൊണ്ട് ഇവരുടെ ഒരു സംഭവം അറിയാമായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പോലീസുകാർ തിരിഞ്ഞു നോക്കാൻ ഒരു മടി കാണിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല. എന്ത് തന്നെ ആയാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ എടുത്തിടാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. സ്വന്തം കുടുംബത്തിലുള്ള കാര്യങ്ങൾ സ്വന്തം കുടുംബക്കാരും സ്വന്തം കുടുംബത്തിലുള്ളവരും മാത്രം അറിഞ്ഞാൽ പോരെ. നാട്ടുകാരെ കേരളത്തിലല്ല ലോകത്തില് മുഴുവനുള്ള ആൾക്കാരെ ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ എന്ത് തന്നെയായാലും ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളൊക്കെ ദയവായിട്ട് താഴെ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.